മലരമ്പൻ തഴുകുന്ന കിളിമകളി പോരെ. പക്ഷെ ഇങ്ങനെ ഇല്ല, അത് ഇങ്ങനെ വെച്ചിട്ട് അച്ഛൻ ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അല്ല, അത് ചേച്ചി അത് ഇട്ടത് മിമിക്രി ആർട്ടിസ്റ്റിന്റെ അടുത്തൊന്നും അത് കണ്ടിട്ടില്ല. പാട്ടില് കൈ ഇങ്ങനെ വെച്ചിട്ട് നടന്നു പോകുന്നത്. ഇത് ഹിറ്റാക്കുന്നത് മിമിക്രിക്കാരാണ്. നമ്മൾ ചെയ്തു വെക്കും. അതിന്റെ ഒരു ഫണ്ണി വേർഷൻ ഉണ്ട്, അതിന്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ഉണ്ട്. അവർ ഈ സ്റ്റെപ്പ് അന്ന് വരെ ഓഡിയൻസ് കണ്ടിട്ടില്ല. ഓഡിയൻസ് അത് എൻജോയ് ചെയ്തു. പക്ഷെ ഇത് ഒരു ഫൺ എലമെന്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മിമിക്രിക്കാരുടെ ഒരു റിസർച്ച് ഉണ്ട്. ആ റിസർച്ചിൽ അല്ലാതെ ഞാൻ പറയുന്ന പോലെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെ ഇയാളെയും പോലുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരില്ല എന്ന് മിമിക്രിക്കാർ ആവർത്തിച്ച് പറഞ്ഞാൽ അത് മിമിക്രിയാവും. അപ്പൊ എന്ത് ചെയ്യും അവര്? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കിഴച്ച് 4 നേരം വെട്ടി വിഴുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാരി, അല്ലേ, അങ്ങനെ പറഞ്ഞു വരും. എന്നിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ കണ്ട ചിരിച്ചില്ലേ? ചിരിയാണ് അവരുടെ ചോറ്. അല്ലാതെ എന്നെ അതുപോലെ മിമിക്ക് ചെയ്ത് കാണിച്ചിട്ട് അവിടെ അയാൾ ഇതിനേക്കാളൊക്കെ നന്നായിട്ട് ചെയ്യും. സുരേഷ് ഏട്ടന് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു മീം തന്നെ ഞങ്ങളുടെ വാട്സാപ്പിൽ എന്റെ ഫോണിലുണ്ട്. ഞാനത് പലർക്കും അയക്കാറുണ്ട്. ചേട്ടൻ തന്നെയാണ് വൈറലാക്കിയതല്ലേ? പിന്നെ അങ്ങനൊന്നും തന്നെ തോപ്പിക്കാനൊക്കത്തില്ല. ചേട്ടൻ തന്നെയാണ് അതിനൊക്കെ വൈറലാക്കിയത്. ആരോമലിന്റെ എനിക്ക് മനസ്സിലായി. ഇതിപ്പോ എവിടെ നിന്നാണെന്ന് വന്നാന്ന് എനിക്ക് പിടികിട്ടിയപ്പോ ചേട്ടാ എവിടുന്നാണ് സുരേഷ് ഏട്ടൻ തന്നെയാണ് വൈറലാക്കിയത് അല്ലേ? എനിക്ക് ആരോ അയച്ചതാണ്. അപ്പൊ അയച്ചപ്പോ അപ്പൊ തന്നെ ആഡ് ടു ഫേവറേറ്റ്സ് ഒറ്റ തട്ട് തട്ടി അത് നേരെ എന്റെ ബാങ്കിലേക്ക് വന്നു. അതിപ്പോ ഞാൻ പലരെയും സൂചിപ്പിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടാ, പാപ്പൻ സിനിമയിൽ സുരേഷ് ഏട്ടൻ അല്ലായിരുന്നെങ്കിൽ ആ റോൾ ആര് ചെയ്യുമായിരുന്നെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഞാൻ ഇതിന്റെ റൈറ്റർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇത് ചെയ്യുമെങ്കിൽ മമ്മൂക്ക ചെയ്യണം. അപ്പൊ ചെയ്യുമെങ്കിൽ ചേട്ടൻ ചെയ്തില്ലെങ്കിൽ അല്ല, പാപ്പൻ ചെയ്യുന്നത് മമ്മൂക്ക ചെയ്യണമെന്നാണ് ആക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ. ഓ അത് ശരി. അത് നിങ്ങൾ കണ്ടിട്ട് പറ. അദ്ദേഹത്തിന് എന്റെ മൈൻഡ് സെറ്റ് അല്ലല്ലോ. അദ്ദേഹത്തിന് ഫാക്ടേഴ്സ് ഇല്ലേ ചൂസ് ചെയ്യാൻ. അപ്പൊ റൈറ്റർ എന്താ പറഞ്ഞത്? ഇത് ചെയ്യുമെങ്കിൽ മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും റൈറ്റർ എന്ത് പറഞ്ഞു സുരേഷ് ഏട്ടനോട്? അതെന്തിനാ ഞാൻ ഇപ്പൊ പറയുന്നത്? അല്ല, അപ്പൊ സുരേഷ് ഏട്ടൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ചെയ്തത്. അങ്ങനെ